എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന ദൈവവചനം സങ്കീർത്തനങ്ങൾ 4:8. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഈ വചനം ദാവീദ് രാജാവിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ഒരു അത്ഭുതകരമായ സാക്ഷ്യമാണ്. ശത്രുക്കൾ ചുറ്റുമുണ്ടായിരുന്ന സമയത്താണ് ദാവീദ് ഈ വാക്കുകൾ എഴുതിയത്. സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നതിനാലല്ല അദ്ദേഹം സമാധാനത്തോടെ ഉറങ്ങിയത്, ദൈവത്തിൽ ആശ്രയം ഉണ്ടായിരുന്നതിനാലാണ്. ഇന്ന് പലരും ഉറക്കമില്ലായ്മയുടെ പ്രശ്നം നേരിടുന്നു. നാളെയെക്കുറിച്ചുള്ള ആശങ്കകൾ, കുടുംബഭാരങ്ങൾ, സാമ്പത്തികമായ പ്രതിസന്ധികൾ, രോഗങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ഭയം, ഇവയെല്ലാം മനസ്സിനെ അലട്ടുന്ന കാര്യങ്ങളാണ്. ശരീരം കിടക്കയിൽ വിശ്രമിക്കുമ്പോഴും മനസ്സ് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ. എന്നാൽ ദാവീദ് പറയുന്നത് ശ്രദ്ധിക്കുക, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. കാരണം എന്താണ്? നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നു. യഥാർത്ഥ സമാധാനം നല്ല സാഹചര്യങ്ങളിൽ നിന്നല്ല വരുന്നത്, അത് ദൈവസാന്നിധ്യത്തിൽ നിന്നാണ് വരുന്നത്. ലോകം നൽകുന്ന സമാധാനം താൽക്കാലികമാണ്. എന്നാൽ യേശുക്രിസ്തു നൽകുന്ന സമാധാനം സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതാണ്. ഇന്ന് നിങ്ങൾ ഭയത്തോടെയാണോ ജീവിക്കുന്നത്? കുടുംബത്തെക്കുറിച്ച് ആശങ്കയുണ്ടോ? ഭാവിയെക്കുറിച്ച് അനിശ്ചിതത്വമുണ്ടോ? ഓർക്കുക, നമ്മുടെ സുരക്ഷ നമ്മുടെ ശക്തിയാലല്ല, നമ്മുടെ ദൈവത്താലാണ്. ഒരു കുഞ്ഞ് തൻ്റെ പിതാവിൻ്റെ ചുമലിൽ ഉറങ്ങുമ്പോൾ ചുറ്റുമുള്ള അപകടങ്ങളെക്കുറിച്ച് അവൻ ചിന്തിക്കാറില്ല. കാരണം അവന് തൻ്റെ പിതാവിൽ വിശ്വാസമുണ്ട്. അതുപോലെ ദൈവമക്കളായ നാം നമ്മുടെ സ്വർഗീയ പിതാവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതരാണ്. ഇന്നത്തെ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങളുടെ എല്ലാ ഭാരങ്ങളും കർത്താവിൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുക. നിങ്ങളുടെ ആശങ്കകൾ, ഭയം, കണ്ണുനീർ, ചോദ്യങ്ങൾ എല്ലാം കർത്താവിനോട് പറയുക. കാരണം നമ്മെ കാത്തു സൂക്ഷിക്കുന്നത് ഉറങ്ങാത്ത ദൈവമാണ്. സങ്കീർത്തനം 121:4 പറയുന്നു, ഇസ്രായേലിനെ കാക്കുന്നവൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. നാം ഉറങ്ങുമ്പോഴും ദൈവം ജാഗരിച്ചിരിക്കുന്നു, നാം വിശ്രമിക്കുമ്പോഴും ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് നമുക്ക് വിശ്വാസത്തോടെ പറയാം, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നു. നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവസമാധാനം നിറയട്ടെ. എല്ലാ ഭയങ്ങളും ആശങ്കകളും കർത്താവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഇന്നത്തെ രാത്രിയും വരാനിരിക്കുന്ന ദിവസങ്ങളും ദൈവത്തിൻ്റെ സംരക്ഷണത്തിലും സമാധാനത്തിലും നാം ജീവിക്കുന്ന ദിനങ്ങളായി മാറട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആമേൻ.